ആസ്കിംഗ് പ്രൈസ് 470 ആണ് വരുന്നത്. ആസ്കിംഗ് 470. അപ്പോൾ അതിലും കുറയോ? കിലോമീറ്റർ ഒക്കെ പക്കയല്ലേ? ഓ പക്കയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 530 ആണ്. റീപ്ലേസ് ഉണ്ടോ? 1,50,000 രൂപ. മാനുവലാണ്. 6 സീറ്റർ അല്ല, 6 സീറ്റർ ആണോ ഇത്? 5 സീറ്റർ തന്നെ അല്ലേ? 35,000 കിലോമീറ്റർ ആണ്. 21 പെട്രോൾ ആണ്. VXI ആണ്. 31,000 കിലോ. ഈ ഒരു ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുവിധം വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം വാറണ്ടി എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ മാരുതിയുടെ വണ്ടികളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഫ്രീ സർവീസ് എല്ലാ വണ്ടിക്കും തന്നെ ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ വാറണ്ടിയോട് കൂടി ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എരഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂലാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ട്രൂ വാല്യൂവിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും കഷ്ടപ്പാടൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ഓഫ് റോഡ് കൂടിയിട്ട് കുറച്ച് വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. മാക്സിമം വില കുറച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഓഫർ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തരും. ഇവിടുന്ന് ഏത് വണ്ടി എടുത്തുകൊണ്ട് പോകാനും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തരും. അതുപോലെ തന്നെ 0 ഡൗൺ പേയ്മെൻറ്റിലാണ് വണ്ടി വരുന്നത്. ഈ 0 ഡൗൺ പേയ്മെൻറ്റ് ഒരിക്കലും എന്താ പറയുക മറ്റേ ഒരു ഓഫർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അതൊരു ഓഫർ തന്നെയാണ്. കാരണം ഇപ്പോൾ ലോൺ അടയ്ക്കാനുള്ളൊരു വകുപ്പുണ്ട്. ഇപ്പോൾ കയ്യിൽ ഇനീഷ്യലി നമുക്ക് എടുത്ത് കൊടുക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കാശൊന്നും മുടക്കാണ്ട് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു 5,000 രൂപേൻ്റെ, അതായത് 5,000 രൂപ ബർത്ത് വരുന്ന ആക്സറീസ്, ഇപ്പോൾ ഈ മാറ്റ് അത് ഇതൊക്കെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആ വാഹനത്തിലിട്ട് തരും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൺസൂണൊക്കെ ആയതുകൊണ്ടുള്ള ഓഫർ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മാരുതിയുടെ വണ്ടിയൊക്കെയാണ് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകട്ടെ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ തന്നെ കാരണം മാരുതിയുടെ അണ്ടറിൽ വരുന്നതാണ് അവരുടെ യൂസ്ഡ് കാറിൻ്റെ വിങ്ങാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ ചെയ്യുന്നതാകുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, അത് മാത്രം ചെയ്താൽ മതി. കൂടുതലൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മഴയുടെ ഗ്യാപ്പിൽ വേണം എടുക്കാൻ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നാലും നമ്മുടെ എരഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ട്രൂ വാല്യൂവിൽ ഇപ്രാവശ്യം നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് ആദർശ് ബ്രോ ആണ്. ആദർശ് ബ്രോ, എന്തൊക്കെയാണ് മഴക്കാലമൊക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ എന്താ വണ്ടിയിലൊക്കെ ഒരു അവസ്ഥ? വണ്ടി കുഴപ്പമില്ല. നമ്മൾ ഇപ്രാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടോ? സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നത്. ഓൾറെഡി ഇന്റർവ്യൂവിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫ്യൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ടല്ലേ? അതിന്റെ പുറമെ വണ്ടി എന്താ സ്ഥിതി? വണ്ടി പക്ക കണ്ടീഷനാണ്. വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാരുതിന്റെ എല്ലാ വണ്ടിക്കും 1 ഇയർ വാറണ്ടി ഇല്ലേ? ഓ, പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൊടുക്കുന്നുണ്ട്. അത് ഏത് മോഡൽ മുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ 19 ശേഷമാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 23 ശേഷം 1 ഇയർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ 1 ഇയർ വാറണ്ടിയാ? 1 ഇയർ വാറണ്ടി 3 സർവീസും കൊടുക്കും. 19 ശേഷം നമ്മൾ 6 മാസം വാറണ്ടി 3 സർവീസും കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു നിലയിൽ കിടക്കുന്നത് എല്ലാം തന്നെ മാരുതി തന്നെയാണ്. 1-2 മാറ്റുള്ളൂ. അപ്പോൾ മാക്സിമം വില കുറച്ച് പറയോ? ഓ, മാക്സിമം വില കുറച്ച് കൊടുക്കാം. കഷ്ടപ്പാടൊക്കെ ആണ് കേട്ടോ. നിങ്ങൾ കൊടുക്കണേ. പിന്നെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ? കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി സെലേറിയോ ആണ്. ഇതേതാ മോഡല്? ഇത് 2022 മോഡലാണ്. സെലേറിയോ VXI 22 ആലോചിക്കണം. പിന്നെ കിലോമീറ്ററൊക്കെയോ? 43,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജെന്യൂൻ ആണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററിന്റെ കേസ് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒക്കെ പക്കയാണ്. ഒക്കെ പക്കയാണ്. അതിന്റെ മെയിൻ ക്ലാസ്സിൽ പൊട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പൊട്ടുണ്ട്. മാറാ വെച്ചാണ് നമ്മൾ. വേണം മാറ്റി കൊടുത്തൂടെ? ഓ, മാറ്റി കൊടുക്കാം അല്ലേ? ഇപ്പോൾ 22 വണ്ടി എന്താ വില? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 470 ആണ് വരുന്നത്. ആസ്കിംഗ് 470. അപ്പോൾ അതിലും കുറയോ? നമുക്ക് ഇതിലൊക്കെ ചെയ്യാം. ഓക്കെ. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർ വരിക, വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾ കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും അതായത് ആലോചിക്കണം, 2022 വണ്ടിക്കാണ് 470 ഇപ്പോൾ റേറ്റ് വന്നിട്ടുള്ളത്. അതിലും നെഗോഷ്യബിൾ ആണ് അല്ലേ? അടിപൊളി. അത് നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറില്ലേ? കയറും. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ. അടിപൊളി. അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിലോ? ഇത് 2019 വണ്ടിയാണ്. 19 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡെൽറ്റ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 72,000. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. പിന്നെ ഈ പ്രൊജക്ടർ വന്ന ഡെൽറ്റ അല്ലേ? അതായത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്ന ഡെൽറ്റയാണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ കിലോമീറ്റർ ഒക്കെ പക്കയല്ലേ? ഓ, പക്കയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 530 ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. 530 അല്ലേ? 530 അല്ലേ? 530 എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും കുറേ ഉണ്ടാവോ? നമുക്ക് ചെയ്യാം. കുട്ടിക്ക് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? പിന്നെ ഞാൻ പറയുമ്പോൾ ഈ 530 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ റേറ്റ് തന്നെയാണ്. വലിയ കൂടുതലൊന്നും അല്ല. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറ്റാം. ഫുൾ കയറും അല്ലേ? ഓ. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് ആണ്. ഇത് 2020 ആണ്. 44,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. 20-44. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. VXI വരുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 577. ഇത് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടി. ഈ ഒരു 4 സിലിണ്ടർ വണ്ടിക്ക് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. പുതിയതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ തോന്നുന്നു. അതെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2020 വണ്ടി 577 അല്ലേ? അതും ലോ കിലോമീറ്റർ 2020 മോഡലും കൂടി ഉണ്ട് കേട്ടോ. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ല. ഇതൊക്കെ പോളിഷ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കും. എല്ലാം ഇന്റീരിയർ ക്ലീനിങ്, വാഷിംഗ്, പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഡെലിവറി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. അതിന്റെ ഇടയിൽ മാരുതിയുടെ ഇടയിൽ ഒരു ഡാറ്റ്സൺ കിടപ്പുണ്ട്. ഇതേതാ മോഡൽ? ഡാറ്റ്സന്റെ ഗോ 2014 ആണ് മോഡൽ വരുന്നത്. 14 ഗോ. അതായത് ഈ വണ്ടിയുടെ ഫസ്റ്റ് വണ്ടി. അതെ, ആദ്യമായിട്ട് ഇറങ്ങിയത് ഈ ഒരു 14 ഇത്
സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണറാണ്. കിലോമീറ്ററൊക്കെയോ? 72,000 കിലോമീറ്റർ. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ നല്ല വില കുറച്ച് കിട്ടും അല്ലേ? അസ്കിംഗ് പ്രൈസ് 1,50,000 വരുന്നത്. 1,50,000 രൂപ. മാനുവലാണ്. 6 സീറ്റർ അല്ല, 6 സീറ്റർ ആണോ ഇത്? 5 സീറ്റർ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. 14 കിലോമീറ്റർ 70 അല്ലേ പറഞ്ഞേ? 70. റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. അതും സിംഗിൾ ഓണർ? അതെ. 1.5 ലക്ഷം രൂപ. 1.5. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലും എക്സ്പ്രസോ ആണ് 2021 ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. 83,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരി. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,60,000. മോഡൽ 21 അല്ലേ? 21 83,000 കിലോമീറ്റർ അല്ലേ പറഞ്ഞേ? അപ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള 6 മാസത്തെ വാറണ്ടി, 3 സർവീസ് എല്ലാം കൊടുക്കും. സർവീസ് ഒക്കെ പക്കയാണല്ലോ അല്ലേ? പക്ക സർവീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും വില എത്ര പറഞ്ഞ നമ്മൾ 3,60 അല്ലേ? അതും 21 വണ്ടിയാന്ന് ആലോചിക്കണം കേട്ടോ. VXI അല്ലേ പറഞ്ഞേ? VXI. ഓക്കെ, അതുപോലെ തന്നെ ഒരു വാഗണർ കാണിച്ചു തരാം. ഇതോ 2016 VXI വാഗണർ ആണ്. 16. 62,000 ആണ് കിലോമീറ്റർ ഓട്ടം വരുന്നത്. മാനുവൽ അല്ലേ? സിംഗിൾ ഓണർ. മാനുവൽ അല്ലേ? ആസ്കിംഗ് പ്രൈസ് വരുന്നത് VXI ആണ് വരുന്നത്. 3,75 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 3,75. അത് പിന്നെ നോർമൽ പ്രൈസ് ആണ്, വലിയ കുറവൊന്നും പറയാനില്ല. കാരണം ഈ ഒരു വണ്ടി അന്നും ഇന്നും ഒരു മാർക്കറ്റ് ഉണ്ടല്ലേ? പിന്നെ വേറെ അപാകതയൊന്നും ഇല്ലല്ലോ? ഇല്ല. കണ്ടീഷൻ ഒക്കെ പക്കയാണ് വരുന്നത്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണേ കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ബ്രസ 2021 VXI ആണ്. 21 VXI. ഇത് കിലോമീറ്ററൊക്കെയോ? കിലോമീറ്റർ 35,000 കിലോമീറ്റർ ആണ്. 21 പെട്രോൾ ആണ്. VXI ആണ് 31,000 കിലോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് പിന്നെ VXI പ്ലസ് അല്ലല്ലോ? അല്ലല്ല, VXI. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല? ബട്ടൺ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അല്ല ഇത് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. അതാണ് VXI പ്ലസ് ആയത്. കാരണം അതിൻ്റെ ഞാൻ ചോദിച്ചതിന് കാരണം അതാ. പിന്നെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ZXI തന്നെ വേണേൽ പറയാം. പക്ഷെ അലവിൽ വരില്ല എന്നുള്ളൂ അല്ലേ? ഇല്ല. പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,40 ആണ്. 7,40 അല്ലേ? 21 മോഡല് VXI പ്ലസ് ബട്ടൺ ഒക്കെ വരുന്ന വണ്ടി 7,40,000 രൂപ. നെഗോഷ്യബിൾ ആവില്ലേ? നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു 6 മന്ത്സ് വാറണ്ടി ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. 6 മാസം വാറണ്ടി, സർവീസ് എല്ലാം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കാണിച്ച വണ്ടികളുടെ ഇന്ത്യയിൽ ഒന്നും ഞാൻ കാണിച്ചില്ല. വേഗം പറഞ്ഞു തന്നാണ്. കുറച്ച് വണ്ടികൾ കൂടി ഇനി കാണിക്കാനുണ്ട്. ബ്രോ അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇഗ്നിസ് കാണിച്ചു കൊടുക്കാം അല്ലേ ബ്രോ? ഓക്കെ, ഇതിപ്പോൾ ഏതാ മോഡൽ? 2021 ആണ്. 21 ആണ് വേരിയന്റ് വരുന്നത്. ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. അതെ, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും. കിലോമീറ്റർ 81,000 ആണ് കിലോമീറ്റർ വരുന്നത്. ഇല്ല, റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റേറ്റ് 5,20 ആണ് ആസ്കിംഗ് പ്രൈസ്. 2021 വണ്ടി അല്ലേ? ഓക്കെ, അതും സീറ്റ വേരിയന്റ് ആണ്, പെട്രോൾ ആണ്. അതുപോലെ തന്നെ ഈ 800 ആണെങ്കിലോ? 800 ആണെങ്കിൽ 2020 ആണ് മോഡൽ വരുന്നത്. ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ആണ്. വെറും 65. അതൊക്കെ ഹിസ്റ്ററിയൊക്കെ പക്കല്ലേ? ഹിസ്റ്ററിയൊക്കെ പക്ക. ശരി. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,40 ആണ്. 3,40,000 രൂപയ്ക്ക് 2020 വണ്ടി അല്ലേ? ഓൾമോസ്റ്റ് ലോണൊക്കെ കയറും കേട്ടോ. മാക്സിമം ലോൺ കയറും. അടുത്തായിട്ട് നമുക്ക് അടിപൊളി ഒരു ഡീസൽ വണ്ടി കാണിച്ചു തരാം. നമ്മുടെ എറ്റിയോസ് ലിവയാണ്. ലിവ VXI അത്. അതെ, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ 2017 ആണ്. ഡീസലാണ് വണ്ടി. കിലോമീറ്ററോ? 17 ആണ്. 64,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. 2017 64,000. പക്ക ജെനുവിനാണോ? ജെനുവിനാണ്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വരുന്നത്. ഓക്കെ, അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഹിസ്റ്ററിയാണ്. കേരള വണ്ടി തന്നെ വരുന്നത്. ശരി, എന്താ വില? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,95 ആണ്. 6,95. അതെ, അത് സ്വാഭാവികമാണ് അല്ലേ? സ്വാഭാവികമാണ്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത്. എല്ലാവരും ആ ചോദ്യം ചോദിക്കും. ഓക്കെ, മാക്സിമം കുറച്ച് കൊടുക്കില്ല നമ്മൾ? മാക്സിമം കുറച്ച് കൊടുക്കുക. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ അതർ ബ്രാൻഡ് വണ്ടിയൊക്കെ നമ്മൾ വാറണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യില്ലല്ലോ? 2017 ശേഷമുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. 6 months. ഈ വണ്ടി നമ്മൾ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ നോക്കിയിട്ടാണ് ചെയ്യുക. 2017. അപ്പോൾ നമ്മൾ ഒരു 6 മാസത്തെ വാറണ്ടി മാത്രം കൊടുക്കും. AC-ക്ക്, എഞ്ചിന്, ഗിയർ ബോക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കും. മെയിൻ പാർട്സിനൊക്കെ വാറണ്ടി കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇയോൺ ആണെങ്കിൽ 2011 ആണ് ഇയോൺ വരുന്നത്. ഇറ പ്ലസിലാണ് വരുന്നത്. 11 ഇറ പ്ലസ് അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 46,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് 2011 അല്ലേ പറഞ്ഞത്? 11 മോഡൽ. ഈ 46,000 11-നൊക്കെ അപേക്ഷിച്ച് കറക്റ്റ് ആയിരിക്കുമോ? കസ്റ്റമർ അല്ലേ, അത്രയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതെ. പക്ഷെ വണ്ടി നല്ല നീറ്റ് അല്ലേ? വണ്ടി നീറ്റ് ആണ്, ക്ലീൻ ആണ്. ശരി, എന്താ വില? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,30 ആണ്. 1,30 കൊടുക്കാം. വെറും 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതെ, അടിപൊളി, കൊള്ളാട്ടോ. അപ്പോൾ 11 മോഡലാണേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഈ 800 ആണെങ്കിലോ? 2020 ആണ്. 20. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 18,000. അടിപൊളി. VXI. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,65 ആണ്.
3,65,000 രൂപ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നല്ലൊരു i20 കൂടി കാണിച്ചു തരാം. i20 പിന്നെ പെട്രോൾ ആണ് അല്ലേ? ഇതേതാ മോഡൽ? ഇത് 2016 ആണ് മോഡൽ വരുന്നത്. 16 ഇത് പിന്നെ ഓപ്ഷനിലാണ്. അതായത് ആ പ്രൊജക്ടർ കണ്ടറിയാം. അതുപോലെ തന്നെ ബട്ടൺ ഷാറ്റ് ഉൾപ്പെടെ എല്ലാം വരും അല്ലേ? എല്ലാം ഉണ്ട്. കിലോമീറ്റർ വരുന്നത് 70,000 ആണ് കിലോമീറ്റർ വരുന്നത്. 70,000 പെട്രോൾ അല്ലേ? വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല, കാരണം 16 അല്ലേ? അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടിയാണ്. ശരി, ഇത് നമുക്കിപ്പോ എന്താ റേറ്റ് വരുന്നത്? പ്രൈസ് വരുന്നത് 4,70,000 ആണ്. 4,70,000 രൂപ. 4,70,000 രൂപയ്ക്ക് 2016 മോഡൽ ആസ്റ്റ ഓപ്ഷണൽ വേരിയന്റ് വരുന്ന 6 എയർ ബാഗ് വരുന്ന വണ്ടി എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും റേറ്റ് എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് ടേബിൾ എന്തെങ്കിലും സംസാരിക്കാം അല്ലേ? എന്തായാലും വരിക, വന്നിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സംസാരിച്ചായിട്ടോ. നല്ലൊരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് വേണമെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. VXI ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഏതാ പ്രോ മോഡൽ? ഇത് 2022 ആണ് മോഡൽ. 2022 ആണ്. കിലോമീറ്ററോ? 39,000 കിലോമീറ്റർ ആണ്. 39 ജെനുവിൻ ആണല്ലോ അല്ലേ? ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വിഫ്റ്റ് തന്നെ ആകുമ്പോൾ പിന്നെ എക്സ്റേ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഇല്ല. എന്താ വില? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ഐസ്ക്രീം പ്രൈസ് 6,70,000 ആണ്. 6,70,000 രൂപയ്ക്ക് 2021 AMT ഓട്ടോമാറ്റിക് VXI വരും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്വിഫ്റ്റ് ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോട്ടോ. അത് മാത്രമല്ല അവാദൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയല്ലേ? അതെ, വാറണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2021 ആണ്. 21 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന LXI ആണ് വരുന്നത്. വേരിയന്റ് 24,000 കിലോമീറ്റർ ആണ്. വളരെ ലോങ് കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ, അവാദൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് റേറ്റ് ഉണ്ട്? 3,70,000. 3,70,000 നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 3,70,000 രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു 2021 വണ്ടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബലേനോ കാണിച്ചു തരാം. ബലേനോ ഏതാ മോഡല്? 2017 ആണ് മോഡൽ വരുന്നത്. ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത്. 17 ഡെൽറ്റ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇത് പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,90,000 ആണ്. 4,90,000 രൂപ. അതെ. അതും എന്തെങ്കിലുമൊക്കെ കുറയാണ്ട് കുറച്ച് കൊടുക്കും. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കുറച്ച് എണ്ണം കാണിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ ഇപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ നിങ്ങളുടെ നമ്പർ വെക്കുന്നുണ്ട്. ഇവർ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം അയച്ചു കൊടുക്കൂലേ? ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ മാക്സിമം അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ വരുന്ന സമയത്ത്, വീഡിയോ കണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് സെറ്റപ്പായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എരഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പോപ്പുലറിലെ വണ്ടികളാണ് ഇപ്പോൾ ഈ കാണിച്ചതൊക്കെ. വേറെയും ഒരുപാട് വണ്ടികളുടെ ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താത്തതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതുൽ ബ്രോ അതിൻ്റെ പേരല്ലേ ചെയ്യാം.